ക്വിസിന്റെ പാർട്ട് 6ലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ പാർട്ട് 5 നിങ്ങൾ പഠിച്ചത് എ ട്രാൻസ്പോസ്, അതായത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, അതേപോലെ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് തുടങ്ങിയ ടോപ്പിക്കുകളാണ്. ഇനി ഇതിൽ പഠിക്കാനുള്ള അവസാനത്തെ ടോപ്പിക്കാണ്, അതായത് എലമെന്ററി ഓപ്പറേഷൻ ഓഫ് എ മെട്രിക്സും പിന്നെ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. ഈ രണ്ട് ടോപ്പിക്കോട് കൂടി ഈ ചാപ്റ്റർ അവസാനിക്കാൻ പോവാണ്. അതിലെ എലമെന്ററി ഓപ്പറേഷൻസ് അല്ലെങ്കിൽ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് ഓഫ് എ മെട്രിക്സ് അതാണ് പറയാൻ പോകുന്നത്. മെയിൻ ആയിട്ട് ആകെ 3 ട്രാൻസ്ഫോർമേഷൻസ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അതായത് ഒരു മെട്രിക്സ് ആകുന്ന സമയത്ത് കുറച്ച് റോകളും ഉണ്ടാവും, കുറച്ച് കോളംസും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിൽ ആദ്യത്തെ ഓപ്പറേഷൻ പറയുന്നത് ഇന്റർചേഞ്ചിങ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു മെട്രിക്സ്, അതിലെ 2 റോ ഞാൻ ജനറലി എടുത്തു, ith റോയും jth റോയും. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ഉണ്ടെന്ന് അറിയിക്കും. അങ്ങനെയാണെങ്കിൽ അവരെ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സിമ്പിളാണ് ഉപയോഗിക്കുക. ആരോമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡബിൾ ഇംപ്ലിക്കേഷൻ പോലെ ഇങ്ങനത്തെ ഒരു സിമ്പിളാണ് ഇന്റർചേഞ്ചിങ് ഉപയോഗിക്കുക. R1 ഇന്റർചേഞ്ചിങ് വിത്ത് Ri ഇന്റർചേഞ്ചിങ് വിത്ത് Rj എന്നാണ് ഇതിനെ വായിക്കുക. വേറെ ഇതിൽ കോളംസ് തമ്മിലാണ് നിങ്ങൾ ഇന്റർചേഞ്ചിങ് നടത്തുന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ Ci ഇന്റർചേഞ്ചിങ് വിത്ത് Cj, ഇങ്ങനെയാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്തു, 5 3 2 1 0 6 0 5 1. അങ്ങനെയെങ്കിൽ എനിക്ക് ഞാൻ ചെറിയൊരു ഇവിടെ എലമെന്ററി ഓപ്പറേഷൻ നടത്തുകയാണ്. R1 ഇന്റർചേഞ്ചിങ് വിത്ത് R2 ഞാൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? അതായത് ഇതിന്റെ ആൻസർ എങ്ങനെ കിട്ടും? R1 ഉം R2 ഇന്റർചേഞ്ച് ചെയ്യാം. അതായത് 1 0 6 സെക്കൻഡ് റോ ഫസ്റ്റ് ആക്കിയിട്ട് എഴുതാം, ഫസ്റ്റ് റോ സെക്കൻഡ് ആക്കിയിട്ട് എഴുതാം. 5 3 2 1 0 6 ഫസ്റ്റ് റോ ആക്കിയിട്ട് എഴുതി, ഫസ്റ്റ് റോയിലുള്ള 5 3 2 സെക്കൻഡ് റോ ആക്കിയിട്ട് എഴുതി, തേർഡ് റോ അതേപോലെ തന്നെ എഴുതാം 0 5 1. ഇതിനെ പറയുന്ന പേരാണ് ഇന്റർചേഞ്ചിങ് ഓപ്പറേഷൻ എന്ന് പറയാം. ഇങ്ങനെ ഒരു സിമ്പിൾ ആണ് ഉപയോഗിക്കുക. Ri ഇന്റർചേഞ്ചിങ് വിത്ത് Rj, Ci ഇന്റർചേഞ്ചിങ് വിത്ത് Cj. ഇതാണ് ഫസ്റ്റത്തെ എലമെന്ററി ഓപ്പറേഷൻ. ഇനി സെക്കൻഡ് എലമെന്ററി ഓപ്പറേഷൻ പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് എനി റോ ഓർ കോളം വിത്ത് എ നോൺ സീറോ നമ്പർ. ഏതെങ്കിലും ഒരു റോനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളത്തെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പരിപാടി. എടാ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പൊ Ri ith റോനെ എനിക്ക് ഒരു കോൺസ്റ്റന്റ് എക്സാമ്പിൾ k എന്നുള്ള ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? Ri ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇടാം, എന്നിട്ട് KRI എന്ന് എഴുതാം. ഈ ആരോ മാർക്കിന്റെ മീനിങ് എന്താണെന്ന് അറിയോ? ചേഞ്ചസ് ടു എന്നാണ് അത് വായിക്കുക. ചേഞ്ചസ് ടു എന്താ വായിക്കുക? ഇന്റർചേഞ്ചിങ് വിത്ത് എന്ന് വായിക്കും. ഇന്റർചേഞ്ചിങ് വിത്ത് Ri ഇന്റർചേഞ്ചിങ് വിത്ത് Rj. ഇവിടെ Ri ചേഞ്ചസ് ടു KRI, അതായത് ith റോനെ ഞാൻ k എന്നുള്ള ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്നാ പറയാം. അതേപോലെ വേണമെങ്കിൽ ഇനി കോളത്തിൽ പറയുകയാണെങ്കിൽ Ci ചേഞ്ചസ് ടു, ഇനി വേറെ കോൺസ്റ്റന്റ് പറയുകയാണെങ്കിൽ ലാംഡ Ci, അതായത് ith കോളത്തെ ഞാൻ ഒരു ലാംഡ എന്നുള്ള ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഇതിന്റെ മീനിങ്. അതായത് Ci ചേഞ്ചസ് ടു ലാംഡ Ci. ഇതാണ് സെക്കൻഡ് എലമെന്ററി ഓപ്പറേഷൻ. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു മെട്രിക്സ് ഉണ്ട്, അല്ലെങ്കിൽ വെറുതെ ഇതാണ് ഒരു മെട്രിക്സ് 5 3 2 5 7 2 1 ഇങ്ങനെ ഒരു മെട്രിക്സ് ഉണ്ടായിരിക്കും. ഇതിന് എനിക്ക് നേരത്തെ ഞാൻ റോയിലാണ് അപ്ലൈ ചെയ്ത്, കോളത്തിലുമാണ് അപ്ലൈ ചെയ്യുക. C2 ചേഞ്ചസ് ടു 5 C2. ഇതിനർത്ഥം എന്താണ്? C2 സെക്കൻഡ് കോളത്തെ ഞാൻ എന്ത് ചെയ്തു? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ അങ്ങനെയെങ്കിൽ കിട്ടുന്ന പുതിയ മെട്രിക്സ് എന്താ വരിക? ഫസ്റ്റ് കോളത്തിനൊന്നും സംഭവിക്കൂല, 5 7. സെക്കൻഡ് കോളത്തെയാണ് മൾട്ടിപ്ലൈ ചെയ്ത് 5 കൊണ്ട്. അപ്പൊ 5 into 3 അല്ലെ, അതായത് ഇവിടെ 5 into 3, അതായത് ഇവിടെ 5 into 2, ഇവിടെ 2 1, അതായത് 5 into 3 എന്ന് പറഞ്ഞാൽ 15, ഇവിടെ എന്താ വരിക 10. അങ്ങനെയാണെങ്കിൽ ഇതാണ് ആ ഓപ്പറേഷൻ നടത്തിയാൽ നിങ്ങൾക്ക് കിട്ടുക. എടാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്
ഒരു എലമെന്ററി ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇന്റർചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ C2 ചേഞ്ചസ് ടു 5C2 ചെയ്തു, അങ്ങനെയാണെങ്കിൽ വേറൊരു മെട്രിക്സ് നിങ്ങൾക്ക് കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സും അതിന് മുമ്പത്തെ മെട്രിക്സും ഈക്വൽ ആവുമോ? ഒരിക്കലും ഈക്വൽ ആവില്ല. ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആകണം. പക്ഷെ ഇവിടെ 3 എന്നുള്ള എലമെന്റ് 15 ആയി മാറുക ചെയ്യണത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഒരിക്കലും ഈക്വൽ ആകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരു മെട്രിക്സിനെ എലമെന്ററി ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്ന മെട്രിക്സിനെ ആ ആദ്യത്തെ മെട്രിക്സിനോട് ഈക്വലായ മെട്രിക്സ് എന്ന് പറയാൻ കഴിയൂല, ഇക്വിവാലന്റ് ആയ മെട്രിക്സ് എന്നാ പറയാം. എന്താണ് ഇക്വിവാലന്റ് മെട്രിസസ് എന്ന് പറയാം. മെട്രിസസ് obtained by after applying elementary operations are called equivalent matrices. Equivalent matrices എന്നാ പറയാം. അത് മനസ്സിലുണ്ടായിക്കോട്ടെ. Equivalent matrices. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് എലമെന്ററി ഓപ്പറേഷൻ. ഇനി തേർഡ് എലമെന്ററി ഓപ്പറേഷൻ പറയുന്നത് എന്താ അറിയോ? ദ അഡീഷൻ ടു ദി എലമെന്റ്സ് ഓഫ് എനി റോ ഓർ കോളം ടു ദ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഓഫ് എനി അതർ റോ ഓർ കോളം മൾട്ടിപ്ലൈഡ് ബൈ എ നോൺ സീറോ നമ്പർ. ഒന്ന് മനസ്സിലായില്ലോ? അതായത് പറയുന്നതാണ് ഏതെങ്കിലും ഒരു റോനെ വേറെ ഏതെങ്കിലും ഒരു റോയുമായിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോനെ വേറെ ഏതെങ്കിലും ഒരു റോന്റെ മൾട്ടിപ്പിളുമായിട്ട് ആഡ് ചെയ്യാം. അത്തരം പരിപാടിനെ പറയുന്ന പേരാണ് ഈ തേർഡ് ട്രാൻസ്ഫോർമേഷൻ. അങ്ങനെയെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞ സംഗതി നിങ്ങൾക്ക് റെഡിയാവും. അതായത് ഞാൻ ഇതന്നെ എടുത്തു തരുന്നു. ഈ എക്സാമ്പിളിൽ തന്നെ ഞാനിപ്പോ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? R2 ചേഞ്ചസ് ടു. അപ്പൊ ആരാണ് മാറാൻ പോകുന്നത്? R2 സെക്കൻഡ് റോ ആണ് മാറാൻ പോകുന്നത്. എങ്ങനെയാ മാറാൻ പോകുന്നത് അറിയോ? R2 പ്ലസ് 3R1. ഈ R2 നേരത്തെ R2നെ നിങ്ങൾ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ എന്ന് മനസ്സിലാക്കി. ഇനി അതങ്ങനല്ല, ഈ R2 എന്നുള്ള റോനോട് കൂടി R1 എന്നുള്ള റോന്റെ 3 ടൈംസ് ആഡ് ചെയ്യുന്ന പരിപാടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് വരിക? R2 ആണ് ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ R1ന് ഒരു ചേഞ്ച് ഉണ്ടാവില്ല. ഇത് 5 3 2. ഇനി R2 ആണ് മാറുന്നത്. എന്താ അങ്ങനെ മാറുന്നത്? R2 പ്ലസ് അതായത് 7 പ്ലസ് 3 ഇൻറ്റു R1. R1 ഏതാ ഇവിടെ? 5. അതേപോലെ ഇവിടെ R2 പ്ലസ് അതായത് 2 പ്ലസ് 3 ടൈംസ് 3 R1 അല്ലേ. ഇനി അടുത്തത് R2 പ്ലസ് 3 ടൈംസ് R1 എന്താ ഇവിടെ? 2. ഈ രീതിയിലാണ് ഈ ഒരു മെട്രിക്സ് ഈ എലമെന്ററി ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ മാറും. അങ്ങനെയെങ്കിൽ ഇത് എന്തിനോട് ഈക്വൽ ആവും? 5 3 2. ഇവിടെ പിന്നെ 15 പ്ലസ് 7 22. ഇവിടെ 2 പ്ലസ് 9 11. ഇവിടെ 6 പ്ലസ് 1 7. അങ്ങനെയാണെങ്കിൽ ഇതാണ് മൂന്നാമത്തെ എലമെന്ററി ഓപ്പറേഷൻ. അപ്പൊ ആകെ 3 എലമെന്ററി ഓപ്പറേഷനാ പഠിക്കാനുള്ളത്. ഒന്നാമത്തെ എലമെന്ററി ഓപ്പറേഷൻ ഇന്റർചേഞ്ചിങ് അല്ലെ. ഇന്റർചേഞ്ചിങ് ഏത് മോഡല്? RI ഇന്റർചേഞ്ചിങ് വിത്ത് RJ. അതേപോലെ CI ഇന്റർചേഞ്ചിങ് വിത്ത് CJ. റോകൾ തമ്മിലും ഇന്റർചേഞ്ചിങ് നടത്താം, കോളംസ് തമ്മിലും ഇന്റർചേഞ്ചിങ് നടത്താം. രണ്ടാമത്തെ എലമെന്ററി ഓപ്പറേഷൻ എന്താ? ഒരു റോനെ അല്ലെങ്കിൽ ഒരു കോളത്തെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന എലമെന്ററി ഓപ്പറേഷൻ. അതായത് RI ചേഞ്ചസ് ടു KRI, അല്ലെങ്കിൽ CI ചേഞ്ചസ് ടു ലാംഡ CI. അതായത് ഏതെങ്കിലും ഒരു റോനെ അല്ലെങ്കിൽ കോളത്തെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന എലമെന്ററി ഓപ്പറേഷൻ. മൂന്നാമത്തെ മനസ്സിലാക്കിയത് എന്താണ്? ഒരു റോനെ ചേഞ്ച് ചെയ്യാണ്. എങ്ങനെ? ആ റോനെ വേറെ ഏതെങ്കിലും ഒരു റോന്റെ 3 ടൈംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത രീതിയിൽ. അതായത് RI ചേഞ്ചസ് ടു RI പ്ലസ് KRJ. അല്ലെങ്കിൽ വേറെ മോഡൽ പറഞ്ഞാൽ കോളത്തിലാണെങ്കിൽ CI ചേഞ്ചസ് ടു CI പ്ലസ് ലാംഡ CJ. ഈ രീതിയിൽ ചെയ്യുന്ന എലമെന്ററി ഓപ്പറേഷൻ ആണ് മൂന്നാമത്തത്. ഈ 3 എലമെന്ററി ഓപ്പറേഷൻസ് മാത്രമേ മെട്രിക്സിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളൂ. ഇനി ഈ 3-ൽ ഏത് എലമെന്ററി ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്ന മെട്രിക്സിനെ പറയുന്ന പേരാണെന്ത്? ഇക്വിവാലന്റ് മെട്രിസസ് എന്നാ പറയാം. ആദ്യത്തെ തന്ന മെട്രിക്സിനോട് ഇക്വിവാലന്റ് ആയ മെട്രിസസ് ആയിരിക്കും ബാക്കിയുള്ള എല്ലാവരും. ഇത്രയും കാര്യങ്ങളാണ് എലമെന്ററി ഓപ്പറേഷൻസിൽ ആകെ മനസ്സിലാക്കാനുള്ളത്. അടുത്തതായിട്ട് ഇതിൽ മനസ്സിലാക്കാനുള്ളതാണ് ഇൻവേർട്ടിബിൾ മെട്രിക്സ്. എടാ, ഒരു ഇൻവേർട്ടിബിൾ മെട്രിസസ് എന്ന് പറഞ്ഞാല് എ മെട്രിക്സ് whose inverse is defined. ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് ഡിഫൈൻഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് പറയും. അതായത് ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് കാണാൻ സാധിക്കുന്ന മെട്രിക്സിനെ പറയുന്ന പേരാണ് ഇൻവേർട്ടിബിൾ മെട്രിക്സ്.
എടാ ഇൻവേർട്ടിബിൾ മെട്രിക്സ് അതായത് ഇൻവേഴ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അതായത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സിന്റെ പ്രോപ്പർട്ടീസിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് പറഞ്ഞു. ആദ്യം മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി പറഞ്ഞു അല്ലെ. അത് ആ രണ്ട് സംഗതികൾ ഇത് വളരെ മെയിൻ ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഏതെന്നുള്ളൊരു മെട്രിക്സിനെ ഏതോ ഒരു മെട്രിക്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇതിന്റെ ഐഡന്റിക്കൽ ടിന്നിനെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ മൾട്ടിപ്ലൈ ചെയ്ത മെട്രിക്സിനെ പറയുന്ന പേരാണെന്ത്? ഐഡന്റിറ്റി മെട്രിക്സ്. അല്ലേ? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയും. അതായത് എ ഐ ഇസ് ഇക്വൽ ടു എ അല്ലെങ്കിൽ വിച്ച് ഈസ് ഇക്വൽ ടു ഐ എ ഇൻറ്റു ഐ ഇസ് ഇക്വൽ ടു ഐ ഇൻറ്റു എ ഇസ് ഇക്വൽ ടു എ. ചുരുക്കി പറഞ്ഞാൽ ഏത് മെട്രിക്സിനെയും ഐനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ മെട്രിക്സിനെയാണ് കിട്ടുക. ഇതാണ് നിങ്ങൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട തിയറി. രണ്ടാമത് മനസ്സിലാക്കേണ്ട തിയറി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിന്റെ കോൺസെപ്റ്റ് ആണ്. എന്നുള്ള ഒരു മെട്രിക്സിനെ ഏതോ ഒരു മെട്രിക്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി കിട്ടി, അതായത് ഐനെ കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത മെട്രിക്സിനെ പറയുന്ന പേരാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ. സിംപ്ലി ഇൻവേഴ്സ് ഓഫ് എ ജനറലി ഡിനോട്ടഡ് ബൈ എ ഇൻവേഴ്സ്. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു എ ഇൻവേഴ്സ് ഇസ് ഇക്വൽ ടു ഐ ഇസ് ഇക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ. അല്ലേ? അപ്പൊ എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാലും എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറഞ്ഞാലും എന്താണ്? ഐ ആണ്. ഈ രണ്ട് സംഗതികള് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്കുകളൊക്കെ വളരെ സിമ്പിൾ ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ നിങ്ങളോട് പറഞ്ഞു, അപ്പൊ എ എന്നുള്ള ഒരു മെട്രിക്സിനെ അതിന്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുന്നത്. വേറെ രീതിയിൽ പറഞ്ഞാൽ എ എന്നുള്ള ഒരു മെട്രിക്സിനെ അതിന്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു എ ബി ഇസിക്കൽ ടു ഐ ആണെന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ? എ എന്നുള്ള ഒരു മെട്രിക്സിനെ ബി എന്നുള്ള ഒരു മെട്രിക്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ അത് എ എന്നുള്ള മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആകണം. അല്ലെങ്കിൽ അതേപോലെ തന്നെ എ എന്നുള്ള ഒരു മെട്രിക്സ് ബി എന്നുള്ള മെട്രിക്സിന്റെ എന്താവണം? ഇൻവേഴ്സ് ആവണം. ഇഫ് എ ബി ഇസ് ഇക്വൽ ടു ഐ then എ ആൻഡ് ബി ആർ ഇൻവേഴ്സ് ടു ഈച്ച് അതർ. ബി എന്ന് പറഞ്ഞാൽ എന്റെ ഇൻവേഴ്സ് ആവണം, എ എന്ന് പറഞ്ഞാൽ ബിന്റെ ഇൻവേഴ്സ് ആകണം. ഈ ഒരു പ്രോപ്പർട്ടി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അതായത് ഒന്നുകൂടി പറയാം, എ എന്നുള്ള മെട്രിക്സിനെ അതിന്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഐ കിട്ടുക. വേറെ ഇതിൽ പറഞ്ഞാൽ എ എന്നുള്ള മെട്രിക്സിനെ അതിന്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ എ എന്നുള്ള ഒരു മെട്രിക്സിനെ ഏതോ ഒരു മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ ഐ കിട്ടിയാൽ അതിനർത്ഥം ഈ മൾട്ടിപ്ലൈ ചെയ്ത മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതിന്റെ ഇൻവേഴ്സ് ആണ്, എ ഇൻവേഴ്സ് ആണ് അതിനർത്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബി ഇസിക്കൽ എ ഇൻവേഴ്സ്. വേറെ രീതിയിൽ പറഞ്ഞാലോ, ഇതിനെ എ ഇൻറ്റു ബി ഇസിക്കൽ ടു ഐ കിട്ടി. എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഐ അല്ലേ? അതേപോലെ ഈ എ എന്ന് പറഞ്ഞാൽ എന്താ? ബി ഇൻവേഴ്സ്. അതായത് ബി ഇൻവേഴ്സ് ഇൻറ്റു ബി ഇസിക്കൽ ടു എന്ത്? ഐ വരുന്ന രീതിയിൽ വരും. അപ്പൊ അതാണ് ഇൻവേർട്ടിബിൾ മെട്രിക്സില് ആകെ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഇതില് നോട്ട്സ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് നോട്ട് എന്താണ്? എ ഇൻറ്റു എ ഇൻവേഴ്സ് ഇസ് ഇക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇസ് ഇക്വൽ ടു ഐ. സെക്കൻഡ് നോട്ടായിട്ട് മനസ്സിലാക്കേണ്ടത് എ ബി ഇസ് ഇക്വൽ ടു ഐ if and only if b is equal to a inverse and a is equal to b inverse. ഇനി ഇതിൽ ലാസ്റ്റ് നോട്ടായിട്ട് മനസ്സിലാക്കാനുള്ളത് എ ബി ഓൾ ഇൻവേഴ്സ്. എ ബി എന്നുള്ള ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സിനോട് ഈക്വൽ ആയിരിക്കും. പക്ഷെ എയും ബി എന്താവണം? ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആവണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേറെ റിസൾട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ട്രാൻസ്പോസ് അല്ലെ? എ ബി ഓൾ ട്രാൻസ്പോസ് ഇസിക്കൽ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. മാത്തമാറ്റിക്സ് സ്റ്റഡി ഓഫ് സിമെട്രി ആണ്. ആ സിമെട്രി വെച്ചിട്ട് നിങ്ങൾക്ക് അത് ആലോചിച്ച് വെക്കാം. അത് തമ്മിൽ റിലേറ്റ് ചെയ്തിട്ട് ആലോചിച്ച് വെക്കാം. ഈ ഒരു 3 നോട്ടാണ് ഇതിന് മെയിൻ ആയിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക്ക് ഇൻവേഴ്സ്, ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണുക യൂസിങ് എലമെന്ററി ഓപ്പറേഷൻ. അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാന് മെയിൻ ആയിട്ട് 3 രീതികളുണ്ട്. ഒന്നാമത്തെ രീതി നിങ്ങൾ പഠിച്ചു. എങ്ങനെ?
ഒരു മെട്രിക്സ് തന്നു, എന്നിട്ട് ആ മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോളിനോമിയലും തന്നു. അതായത് എ എന്നുള്ളൊരു മെട്രിക്സ് തന്നു, എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു അത് a² - 4a + 12i 0 എന്നുള്ള പോളിനോമിയൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഇൻവേഴ്സിന്റെ വാല്യൂ കാണാൻ അത് നിങ്ങൾ ചെയ്തു. പക്ഷെ അതിൽ എന്ത് തരണം? മെട്രിക്സ് പോളിനോമിയൽ തരണം, എന്നാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ മാർഗമാണ് യൂസിങ് എലമെന്ററി ഓപ്പറേഷൻ. ഇനി നമ്മൾ പഠിക്കാൻ പോണ ഭാഗം. ഇനി മൂന്നാമത്തെ ഒരു രീതി ഉണ്ട്, അത് ഡിറ്റർമിനൻസ് ഉപയോഗിച്ചിട്ടുള്ള രീതിയാണ്. അത് അടുത്ത ചാപ്റ്ററിന്റെ പേര് ഇത് മൂന്നാമത്തെ ചാപ്റ്റർ ആണല്ലോ. നാലാമത്തെ ചാപ്റ്ററിന്റെ പേര് ഡിറ്റർമിനൻസ് എന്നാണ്. ആ ഡിറ്റർമിനൻസിൽ വരുന്ന ഒരു രീതിയും കൂടി ഇൻവേഴ്സ് കാണാൻ പഠിക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്പെസിഫൈ ചെയ്ത് പറയും ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് ദ മാട്രിക്സ് എ യൂസിങ് എലമെന്ററി റോ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ എലമെന്ററി കോളം ഓപ്പറേഷൻസ് എന്നുള്ള രീതിയിലൊക്കെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്യാം. അടുത്ത ടോപ്പിക് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് യൂസിങ് എലമെന്ററി ഓപ്പറേഷൻ. ഇവിടെ രണ്ട് തരത്തിലുള്ള എലമെന്ററി ഓപ്പറേഷൻ ഉണ്ട്. എലമെന്ററി റോ ഓപ്പറേഷൻ ഉണ്ട്, എലമെന്ററി കോളം ഓപ്പറേഷൻ ഉണ്ട്. അപ്പൊ രണ്ടിൽ ഏത് ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് കാണാം. പക്ഷേ നിങ്ങൾ എലമെന്ററി റോ ഓപ്പറേഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എലമെന്ററി റോ ഓപ്പറേഷൻ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇൻ കേസ് നിങ്ങൾ എലമെന്ററി കോളം ഓപ്പറേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എലമെന്ററി കോളം ഓപ്പറേഷൻ മാത്രമേ തുടക്കം മുതൽ ഒടുക്കം വരെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ബേസ് ഇങ്ങനെയാണ്. അതായത് i × a = ia = a നിങ്ങൾക്ക് അറിയാം. ഒരു മെട്രിക്സിനെ ഐനെ കൊണ്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും ആ മെട്രിക്സിനെയാണ് കിട്ടുക എന്നുള്ളൊരു തിയറി നിങ്ങൾക്ക് അറിയാം. അതിനെ ബേസ് ചെയ്തിട്ടാണ് രണ്ട് ഓപ്പറേഷൻ വരുന്നത്. ഇൻ കേസ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എലമെന്ററി റോ ഓപ്പറേഷൻ ആണെന്ന് എഴുതിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് a = ia. IA എന്ന് പറഞ്ഞാലും AI എന്ന് പറഞ്ഞാലും അതിന്റെ വാല്യൂ A തന്നെയാണ്. പക്ഷെ നിങ്ങൾ എലമെന്ററി റോ ഓപ്പറേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ A = IA എന്ന് എഴുതാം. എന്നിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ ചെയ്യാം. ഒരു 1 2 2 - 1 ഇതാണ് A എന്നുള്ള ഒരു മെട്രിക്സ് എന്ന് എഴുതിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന് A = IA എന്ന് തുടക്കത്തിൽ എഴുതാം. എന്നിട്ട് ഇതിനെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ A എന്നുള്ള ഒരു മെട്രിക്സിന് പകരം A = I ആണ്. 1 2 2 - 1 = I എന്ന് പറഞ്ഞാൽ എന്താ? 1 0 0 1 ഇൻറ്റു A ഉണ്ടല്ലോ. ആ A നെ നിങ്ങൾ എഴുതണ്ട, വെറുതെ A തന്നെ എഴുതിയാൽ മതി. ഈ രീതിയിൽ നിങ്ങൾ എഴുതാം. A = IA മോഡൽ എഴുതാം. എന്നിട്ട് ഇതിൽ എലമെന്ററി റോ ഓപ്പറേഷൻസ് നടത്തിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാം? ഇതിനെ എലമെന്ററി റോ ഓപ്പറേഷൻസ് നടത്തുക, എന്നിട്ട് ഇതിനെ I ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് 1 0 0 1 മോഡൽ ആക്കുക. പക്ഷെ എലമെന്ററി റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും ഒരേപോലെ അപ്ലൈ ചെയ്യണം, എന്നാലേ ഇത് ഈക്വൽ ആവുള്ളൂ. അല്ലാതെ ഇവിടെ മാത്രം അപ്ലൈ ചെയ്താൽ ഇതും ഈക്വൽ ആവോ? ചേഞ്ച് ചെയ്യൂലേ? അതുകൊണ്ട് ഇവിടെ അപ്ലൈ ചെയ്യുന്ന അതേ എലമെന്ററി ഓപ്പറേഷൻ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്പൊ എന്നിട്ട് ഇതിനെ I ആക്കി മാറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് ഇതിന്റെ ഇപ്പോഴത്തെ വാല്യൂ I ആണ്. പക്ഷെ ഇതിൽ അപ്ലൈ ചെയ്യണ അതേ എലമെന്ററി ഓപ്പറേഷൻ ഇതിൽ അപ്ലൈ ചെയ്താൽ ഇത് വേറെ ഏതോ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടാവും. ഞാൻ വിചാരിച്ചു അത് B എന്നുള്ള രൂപത്തിലേക്ക് മാറി, വേറെ ഏതോ ഒരു മെട്രിക്സിന്റെ രൂപത്തിലേക്ക് മാറി. അതിന് ഞാൻ B എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ I = B × A എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ പഠിച്ചൊരു സംഗതി ഉണ്ട്. A × B = I കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു മെട്രിക്സും വേറെ മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ I എന്ന ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയത് B is the inverse of A and A is the inverse of B. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവേഴ്സ് ആണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ B എന്ന് പറഞ്ഞാൽ അതിനെയാണ് A ഇൻവേഴ്സ് എന്ന് വിളിക്കുക. B is the inverse of A അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിച്ചാൽ എന്താ? A എന്നുള്ളൊരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാനാണ് ചോദിച്ചത്. അപ്പൊ ഈ രൂപത്തിലേക്ക് മാറ്റുക, എന്നിട്ട് ആ B എന്നുള്ള മെട്രിക്സ് ആണ് ശരിക്കും എന്റെ ഇൻവേഴ്സ് ആയിട്ട് വരിക. ഇങ്ങനെയാണ് ഇൻവേഴ്സ് കാണല്. അപ്പൊ ഒന്നും കൂടി പറയാം. A = IA മോഡൽ ചെയ്താൽ എന്നിട്ട് അതിന് എലമെന്ററി റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തിട്ട്, അത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ വഴി കാണിക്കാം, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞെന്ന് മാത്രം. എലമെന്ററി റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തതിനു ശേഷം I = BA മോഡലിലേക്ക് മാറ്റാം. അങ്ങനെയാണെങ്കിൽ ഈ B എന്നുള്ള ഒരു മെട്രിക്സിനെ പറയുന്ന പേരാണ് എന്ത്? A ഇൻവേഴ്സ്. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എലമെന്ററി കോളം ഓപ്പറേഷൻ ആണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് A = IA എന്നല്ല, A = AI എന്ന് എഴുതാം. A = AI എന്ന് എഴുതാം. എന്നിട്ട് അതിന് എലമെന്ററി കോളം ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യാം. അതായത് ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ A = 1 2 2 - 1 ആണെങ്കിൽ അതേപോലെ എഴുതുന്ന സമയത്ത് ഇങ്ങനെ വരും 1 2
2 മൈനസ് 1 ഇസിക്കൽ ടു ഈ എ എന്നുള്ള മെട്രിക്സിനെ എ തന്നെ എഴുതി, അതിനെ ഞാൻ 1 0 0 1 എഴുതി. ഇനി എന്ത് ചെയ്യാം, എലമെന്ററി കോളം ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യാം. അതായത് C1 ചേഞ്ചസ് ടു ഇന്റർചേഞ്ച് വിത്ത് C2, അല്ലെങ്കിൽ C1 ചേഞ്ചസ് ടു KC1, അല്ലെങ്കിൽ CI ചേഞ്ചസ് ടു CI പ്ലസ് KCJ. ആ ഒരു മോഡലിലുള്ള എലമെന്ററി ഓപ്പറേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ 1 0 0 1 അതായത് അതിന്റെ മോഡലിലേക്ക് മാറ്റണം. അങ്ങനെയാണെങ്കിൽ A ഇൻറ്റു ഇതിന് വേറെ ഏതോ രൂപത്തിൽ ഇവിടെ അപ്ലൈ ചെയ്യുന്ന അതേ എലമെന്ററി ഓപ്പറേഷൻ തന്നെ ഇവിടെ അപ്ലൈ ചെയ്താൽ ഇത് വേറെ ഏതോ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിട്ടുണ്ടാവും, I ആയിട്ടുണ്ടാവും അല്ലെ. I ഇസിക്കൽ ടു AB സ്റ്റേജിലേക്ക് ഇയാൾ മാറും. എലമെന്ററി കോളം ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തിട്ട് ഇതിനെ I ഇസിക്കൽ AB സ്റ്റേജിലേക്ക് മാറ്റണം. അങ്ങനെയാണെങ്കിൽ ഈ B എന്നുള്ള ഒരു മെട്രിക്സിനെ പറയുന്ന പേരാണ് എന്ത്, A ന്റെ ഇൻവേഴ്സ്. അപ്പൊ ഇങ്ങനെയാണ് അത് ചെയ്യല്. ഇനി എന്തുകൊണ്ടാണ് A ഇസിക്കൽ IA, A ഇസിക്കൽ ടു റോ ഓപ്പറേഷൻസ് ആണെങ്കിൽ A ഇസിക്കൽ IA മോഡലും എലമെന്ററി കോളം ഓപ്പറേഷൻസ് ആണെങ്കിൽ A ഇസിക്കൽ IA മോഡലും എഴുതിയ എന്നുള്ളത് കാര്യം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് പറയാം. അതിനൊരു കാരണം. ഇപ്പൊ എലമെന്ററി ഓപ്പറേഷൻ ഓഫ് മെട്രിക്സിൽ നിന്ന് ഫസ്റ്റ് എക്സാമ്പിൾ, യൂസിംഗ് എലമെന്ററി ഓപ്പറേഷൻസ് ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് 2 5 1 3. ഈ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാം. എടാ ഇൻവേഴ്സ് കാണാൻ എലമെന്ററി റോ ഓപ്പറേഷൻ ഉപയോഗിക്കാം, എലമെന്ററി കോളം ഓപ്പറേഷൻ ഉപയോഗിക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ഞാനിവിടെ ആദ്യം എലമെന്ററി റോ ഓപ്പറേഷൻ ഉപയോഗിക്കാൻ പോവാം. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷെ എലമെന്ററി റോ ഓപ്പറേഷൻ ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, A ഇസിക്കൽ ടു IA എന്ന് എഴുതാം. നേരെ മറിച്ച് എലമെന്ററി കോളം ഓപ്പറേഷൻ ആണ് ഉപയോഗിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ A ഇസിക്കൽ ടു AI എന്ന് എഴുതാൻ പാടുള്ളൂ. അങ്ങനെയെങ്കിൽ ഇതിനെ ഞാൻ A എന്ന് പറഞ്ഞാൽ 2 5 1 3 ഇസിക്കൽ ടു I എന്ന് പറഞ്ഞാൽ 1 0 0 1. ഈ A അതേപോലെ തന്നെ എഴുതാം. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്, ഇതിനെ I ആക്കാൻ, അതായത് 1 0 0 1 ആക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾ റോ ഓപ്പറേഷൻ അല്ലേ അപ്ലൈ ചെയ്യാൻ പോണത്. അപ്പൊ ഞാൻ പറയുന്ന ടിപ്പ് നല്ലോണം മനസ്സിലാക്കുക. അതായത് ഇതൊക്കെ ലോജിക്ക് വെച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ചില കുട്ടികൾക്കൊക്കെ ഏറ്റവും ടഫ് ആയിട്ടുള്ള ടോപ്പിക് ഇതായിട്ട് മാറാറുണ്ട്. പക്ഷെ അത് നല്ല രീതിയിൽ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതിന്റെ ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്, അതായത് അതിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ ഒരു പ്രൊസീജിയർ ഞാൻ പറയുന്നത് പോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നിങ്ങൾ റോ ഓപ്പറേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ കോളത്തെ ഫിക്സ് ആക്കാൻ നോക്കുക. ഏത് മാർഗം ചെയ്യാട്ടോ, എളുപ്പമുള്ള മാർഗം ഞാൻ പറയുന്നത്. റോ ഓപ്പറേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ കോളത്തെ ഫിക്സ് ആക്കാൻ നോക്കുക. എന്താ ഫിക്സ് ആക്കാൻ നോക്കുക എന്ന് പറയുന്നത്, നിങ്ങളുടെ ഉദ്ദേശം എന്താ, അതിനെ I ആക്കല്ലേ, 1 0 0 1 ആക്കല്ലേ. അപ്പൊ കോളത്തെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോളത്തെ ഫിക്സ് ചെയ്യാം. ഞാൻ എപ്പോഴും ഫസ്റ്റ് കോളത്തെ ഫിക്സ് ചെയ്യാൻ നോക്കുകയാണ്. റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഫസ്റ്റ് കോളത്തെ ഫിക്സ് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് കോളത്തില് ആദ്യം നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടത് ഈ എലമെന്റിനെ ഫിക്സ് ചെയ്യാം. ഇത് എന്താക്കണം, 1 ആക്കണം. ഇത് 1 ആക്കുക, പിന്നെ ഇത് 0 ആക്കുക. ആദ്യം ഇത് 1 ആക്കുക, പിന്നെ ഇത് 0 ആക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇത് 0 ഇത് 1 ഏത് രീതിയിൽ നിങ്ങൾക്ക് ആക്കാം. അപ്പൊ ഞാൻ ഇത് 1 ആക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു പരിപാടി ചെയ്യാണ്. അപ്പോ ഒന്നുകിൽ ഇത് 1 ആക്കലാണ് എന്റെ ഉദ്ദേശം. ഒന്നുകിൽ ഈ 2ൽ നിന്ന് എന്ത് ചെയ്യാം, 1 കുറച്ചാൽ അത് 1 ആവും. അതായത് R1 ചേഞ്ചസ് ടു R1 മൈനസ് R2, അല്ലെങ്കിൽ ഈ R1 ഉം R2 തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഇവിടെ ചെയ്യുന്നത് R1 ചേഞ്ചസ് ടു R1 മൈനസ് R2 ചെയ്യാണ്. ഈ R1ൽ നിന്ന് ഈ 2 1 ആകണമെങ്കിൽ 2ൽ നിന്ന് 1 നോക്കണ്ടേ. അപ്പൊ R1ൽ നിന്ന് R2 കുറച്ചാൽ മതി. അപ്പൊ എന്ത് വരടാ, ഇത് 2ൽ നിന്ന് 1 കുറച്ചാൽ 2 മൈനസ് 1 എന്താ 1. 5ൽ നിന്ന് 3 കുറച്ചാൽ അത് 2 ആവും. പിന്നെ ഇവിടെ എന്താ ഉണ്ടാവുക, 1 3. R1 ചേഞ്ചസ് ടു എന്ന് പറയുമ്പോൾ R1 മാത്രമേ മാറുള്ളൂ കേട്ടോ. വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെയും അതേ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യണം. അതായത് R1 മൈനസ് R2 എന്ന് പറയുമ്പോൾ 1 മൈനസ് 0 1, 0 മൈനസ് 1 മൈനസ് 1, 0 1 ഇൻറ്റു A. അപ്പൊ ഇവിടെ ഫിക്സ് ആക്കി. റെഡി. ഇനി അടുത്ത എലമെന്റ് ഏതാ, 1 0. ഇതിനെ 0 ആക്കണം. ഇനി അടുത്ത് നിങ്ങൾ ശ്രമിക്കേണ്ടത് ഇതിനെ 0 ആക്കാനാണ്. എടാ ഈ 1നെ 0 ആക്കണമെങ്കിൽ 1 നിന്ന് 1 കുറച്ചാൽ പോരെ. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയോ, ഇവിടെ ഞാൻ ചെയ്യുന്ന പരിപാടി R2 ചേഞ്ചസ് ടു R2 മൈനസ് R1. ഈ R2ൽ നിന്ന് 1ൽ നിന്ന് 1 കുറച്ചാൽ 0 ആവും. അപ്പൊ ഈ സെക്കൻഡ് റോയിൽ നിന്ന് ഫസ്റ്റ് റോ കൊണ്ട് മൈനസ് ചെയ്യും. അപ്പൊ എന്ത് വരൂടാ, ഫസ്റ്റ് റോ ചേഞ്ച് ചെയ്തിട്ടില്ല, 1 2. 1 മൈനസ് 1 0, 3 മൈനസ് 2 1, which is equal to
അടുത്തത് 1 മൈനസ് 1. ഇനി R2 ചേഞ്ചസ് ടു R2 ആണ് മാറുന്നത്. R2 മൈനസ് R1. 0 മൈനസ് 1 എന്താ? മൈനസ് 1. 1 മൈനസ് മൈനസ് 1 എന്താ? 1 മൈനസ് മൈനസ് 1. 1 പ്ലസ് 1 2 എന്നാണ് വരിക. ഇൻറ്റു എ. അപ്പൊ 1 0. ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട എന്താ പറയാ? 1 0. പിന്നെ ഇവിടെ 0 ആക്കാൻ നോക്കുക. ഇത് രണ്ടും റെഡി ആയി. ഇനി ഇവിടെ 0 ആക്കാം. ഇവിടെ 0 ആക്കാൻ എന്ത് ചെയ്യാം? ഇവിടെ 1 ഓൾറെഡി ആയിട്ടുണ്ടല്ലേ. ഇവിടെ 0 ആക്കാം. പിന്നെ ഇനി അടുത്തതിൽ ഇത് 1 ആക്കാം. അങ്ങനെയൊക്കെയാണ് സ്റ്റെപ്പ് ഉള്ളത്. അപ്പൊ ഇത് 0 ആക്കാൻ ഞാൻ ചെയ്യേണ്ടത് എന്താ? ഈ 2ൽ നിന്ന് 2 കുറച്ചാലല്ലേ 0 ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 കുറക്കണം എന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് റോനെ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സാധനം R1 നിന്ന് കുറക്കണ്ടേ? അപ്പോഴല്ലേ അത് സംഭവിക്കുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് R1 ചേഞ്ചസ് ടു R1 മൈനസ് 2 R2. ഫസ്റ്റ് റോയിൽ നിന്ന് സെക്കൻഡ് റോയുടെ ഇരട്ടിയാണ് കുറച്ചു. അപ്പൊ ഞാനിവിടെ 0 ആക്കിയുള്ള മെച്ചം എന്താണ്? 0 അല്ലെങ്കിൽ ഇതിങ്ങനെ കുറക്കുന്ന സമയത്ത് ഇത് പിന്നെയും മാറും. നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നത് പിന്നെയും മാറ്റം സംഭവിക്കും. ആ ഒരു പ്രശ്നം വരാതിരിക്കാനാണ് 1 0 ഇത് 0 ആക്കി എടുക്കുന്നത്. ഇനി ഈ ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ്, അതായത് R1 ചേഞ്ചസ്, R1 ആണ് മാറുന്നത്. R1 മൈനസ് 2 R2, അതായത് 1 മൈനസ് 2 ഇൻറ്റു 0 1, 2 മൈനസ് 2 ഇൻറ്റു 1, R1 മൈനസ് 2 R2 അല്ലേ. 2 മൈനസ് 2 ഇൻറ്റു 1, 2 മൈനസ് 2 0 വരും. പിന്നെ ഇവിടെ ഉള്ള അതേപോലെ തന്നെ 0 1 which is equal to അതേ ഓപ്പറേഷൻ ഇവിടെ അപ്ലൈ ചെയ്യണം. R1 ആണ് മാറുന്നത്. അതായത് R1 എങ്ങനെ മാറുന്നത്? 1 മൈനസ് 2 R2 അല്ലെ. 2 ഇൻറ്റു R2 എന്താണ്? മൈനസ് 1. അപ്പൊ എന്ത് വരും? 1 മൈനസ് 1 പ്ലസ് 2 വരൂലേ? 3 വരും. അവിടെ 3 ആവും. ഇനി അടുത്തവിടെ R1 മൈനസ് 2 R2 ചെയ്യുമ്പോൾ മൈനസ് 1 മൈനസ് 2 ഇൻറ്റു 2, അതായത് മൈനസ് 1 മൈനസ് 4 മൈനസ് 5 എന്ന് വരും. അപ്പൊ ഇവിടെ മൈനസ് 5 ആണ് വരിക. ഇനി മൈനസ് 1 2 ഇൻറ്റു എ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഏത് രൂപത്തിലേക്ക് മാറി നോക്ക്? I is equal to the BA ഫോമിലേക്ക് മാറിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു മെട്രിക്സിനെ ഏതോ ഒരു മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ I കിട്ടുന്നുണ്ടെങ്കിൽ ഈ മൾട്ടിപ്ലൈ ചെയ്ത മെട്രിക്സിനെയാണ് അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 മൈനസ് 5 മൈനസ് 1 2 ആണോ? ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, യൂസിംഗ് എലിമെന്ററി ഓപ്പറേഷൻ ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് 1 2 2 മൈനസ് 1. ഇതിന് ഇൻവേഴ്സ് കാണും. ഞാൻ എലിമെന്ററി ഓപ്പറേഷൻ തന്നെ അപ്ലൈ ചെയ്യാണെന്ന് എഴുതിക്കോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? A is equal to IA എന്ന് എഴുതും. A എന്ന് പറഞ്ഞാൽ എന്താ? 1 2 2 മൈനസ് 1 is equal to I എന്ന് പറയുമ്പോൾ 1 0 0 1 is equal to into A. എടാ ഞാൻ റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കോളത്തെ ഫിക്സ് ആക്കാൻ നോക്കുക. കോളത്തെ ഫിക്സ് ആക്കാന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഫസ്റ്റ് കോളം എടുത്തു എഴുതിക്കോ. കോളത്തെ ഫിക്സ് ആക്കുമ്പോൾ ആദ്യം ഇത് 1 ആക്കാൻ നോക്കുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ 1 ആക്കാൻ നോക്കുക. ഇത് 1 ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ 0 ആക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് 0 ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് കോളം ഫിക്സ് ആയി. ഇനി സെക്കൻഡ് കോളത്തിൽ ഫിക്സ് ആക്കാൻ നോക്കുക. സെക്കൻഡ് കോളത്തില് പിന്നെ ഇത് 0 ആയി. ഇനി ഇതിനെ 1 ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് 1 ആയാൽ പിന്നെ ലാസ്റ്റ് ഇതിനെ 0 ആക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത് 1 0 0 1 എന്നുള്ള ഒരു മോഡലിലേക്ക് വരും. ആ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പ്രൊസീഡ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അതിനുള്ള മാർഗങ്ങളെ കുറിച്ച് ആലോചിക്കാണ്. ആദ്യം എന്ത് ചെയ്യണം? ആദ്യത്തെ സ്റ്റെപ്പ് ഇയാളെ 1 ആക്കലാണ്. പക്ഷെ ഇയാൾ ഓൾറെഡി 1 ആണ്. അതുകൊണ്ട് ഇതിനൊന്നും ചെയ്യണ്ട. ഒരു സ്റ്റെപ്പ് നമുക്ക് ലാഭമായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഇതിനെ 0 ആക്കാൻ നോക്കുക. ഇതിനെ 0, ഈ 2നെ 0 ആക്കണമെങ്കിൽ 2ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോഴല്ലേടാ 0 ആക്കുക. ഇതിനെ 0 ആക്കാൻ നോക്കാം. 2ൽ നിന്ന് 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാലാണ് 0 ആക്കുക. പക്ഷെ ഈ 2ൽ നിന്ന് വേറൊരു റോന്റെ മൾട്ടിപ്പിൾ ആണ് എന്ത് ചെയ്യേണ്ടത്? മൈനസ് ചെയ്യേണ്ടത്. അതായത് 2ന്റെ ഈ ഫസ്റ്റ് റോന്റെ ഡബിള് ഇതിന്ന് മൈനസ് ചെയ്താൽ മതി. അതായത് R2 ചേഞ്ചസ് 2, അതായത് R2നെ മാറ്റണം. R2 മൈനസ് 2 R1 മോഡല്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഇവിടെ 1 2 1 2. ഞാൻ R2 ആണ് മാറുക. 2 മൈനസ് 2 R1 അല്ലെ. 2 ഇൻറ്റു 1. ഇവിടെ അതേപോലെ മൈനസ് 1 മൈനസ് 2 ഇൻറ്റു 2 which is equal to ഇതേ ഓപ്പറേഷൻ ഇവിടെ അപ്ലൈ ചെയ്യണം.
1 0 R2 മാറും അല്ലേ 0 മൈനസ് 2 R1 0 മൈനസ് 2 ഇൻറ്റു 1 ഇവിടെ എന്താ 1 മൈനസ് 2 ഇൻറ്റു 0 ഇൻറ്റു എ എന്ന് വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 1 2 2 മൈനസ് 2 എന്താ 0 മൈനസ് 1 മൈനസ് 4 എന്താ മൈനസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ 1 0 ഇവിടെ 0 മൈനസ് 2 മൈനസ് 2 1 മൈനസ് 0 എന്താ 1 ഇൻറ്റു എ. അത് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്തു കേട്ടോ. 1 0 ആയി. ഇനി അടുത്ത് എന്താ ആക്കാം ഇത് 1 ആക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇടത് 1 ആക്കാൻ ഏത് റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യേണ്ടത് ഇതിനെ നിങ്ങൾക്കറിയാം RI ചേഞ്ചസ് ടു KRI അപ്ലൈ ചെയ്തൂടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാ ഈ റോനെ ഞാൻ -5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതെന്താവും 1 ആവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത് ചെയ്യേണ്ടത് R2 ചേഞ്ചസ് ടു -1/5 ഇൻറ്റു R2. R2 നെ ഫുള്ള് -1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും ഇത് 1 2 ഫസ്റ്റ് റോ സെക്കൻഡ് റോ -1/5 ഇൻറ്റു 0 എന്താ 0 തന്നെയാണ്. -1/5 ഇൻറ്റു -5 എന്താ അത് 1 വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ 1 0 ഇതിനെ -1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും 2/5 വരും. അതായത് -2 ഇൻറ്റു -1/5 2/5. ഈ 1 നെ മൾട്ടിപ്ലൈ ചെയ്താലോ അവിടെ -1/5 എന്ന് വരും ഇൻറ്റു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ഇയാളെ 0 ആക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇയാളെ 0 ആക്കണമെങ്കിൽ ഈ 2 നിന്ന് 2 മൈനസ് ചെയ്യണ്ടേ. അപ്പൊ ഒരു റോയിൽ നിന്ന് വേറെ റോ മൈനസ് ചെയ്യണം അല്ലെ അതിന്റെ പ്രൊഡക്റ്റ്. അപ്പൊ ഈ R1 നിന്നും ഇതിന്റെ 2 ടൈംസ് മൈനസ് ചെയ്താൽ മതി. അതായത് R1 ചേഞ്ചസ് ടു R1 മൈനസ് 2 R2 ചെയ്ത് കഴിഞ്ഞാൽ R1 ആണ് മാറുന്നത് അല്ലെ 1 മൈനസ് 2 ഇൻറ്റു 0 ഇവിടെ എന്താ 2 മൈനസ് 2 ഇൻറ്റു 1 ഇവിടെ 0 1 which is equal to ഇവിടെ R1 മൈനസ് 2 R1 ചെയ്യുമ്പോൾ 1 മൈനസ് 2 ഇൻറ്റു 2/5 ഇവിടെ എന്താ 0 മൈനസ് 2 ഇൻറ്റു മൈനസ് 1/5 ഇത് അതേപോലെ തന്നെ എഴുതി 2/5 ഇൻറ്റു മൈനസ് 1/5 ഇൻറ്റു എ ഇങ്ങനെയാണ് വരിക. അടുത്ത് ചെയ്യുന്ന സമയത്ത് 1 മൈനസ് 2 ഇൻറ്റു 0 എന്താ 1 മൈനസ് 0 അത് 1 തന്നെ ഇവിടെ 0 വരും. ഇവിടെ 2 മൈനസ് 2 എന്താ 0 1 ഈസിക്കൽ ടു ഇവിടെ 1 മൈനസ് 4/5 അതെന്താ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 5 മൈനസ് 4/5 അതായത് 1/5 എന്ന് വരും. ഇവിടെ 0 മൈനസ് 2 0 മൈനസ് 2 ഇൻറ്റു മൈനസ് 1/5 എന്ന് പറഞ്ഞാൽ അതെന്ത് വരും 2/5 എന്ന് വരും. ഇനി ഇവിടെ 2/5 ആണ് ഇവിടെ മൈനസ് 1/5 ഇൻറ്റു എ എന്ന് വരും. ഇതിപ്പോ ഏത് മോഡലിലേക്ക് മാറി I ഈസിക്കൽ ടു BA ഫോമിലേക്ക് മാറി. അങ്ങനെയെങ്കിൽ ഈ ബിനെ പറയുന്ന പേരാണ് A ന്റെ ഇൻവേഴ്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് A ഇൻവേഴ്സ് എന്ത് കിട്ടും A ഇൻവേഴ്സ് ഈസിക്കൽ ടു ഇതിനെ പറയുന്ന പേരാണ് ഈ ബിയുടെ സ്ഥാനത്തുള്ള ഈ മാട്രിക്സിനെ പറയുന്ന പേരാണ് A ഇൻവേഴ്സ്. ദാറ്റ് ഈസ് A ഇൻവേഴ്സ് ഈസിക്കൽ ടു 1/5 2/5 2/5 മൈനസ് 1/5 ഇതാണ് A ഇൻവേഴ്സ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ എലമെന്ററി കോളം ഓപ്പറേഷൻ വെച്ചിട്ട് ഒന്ന് ചെയ്ത് കാണിച്ചതാണ്. എന്താ വ്യത്യാസം രണ്ടും സെയിം ആൻസർ ആയിരിക്കും കിട്ടുക. അപ്പൊ എലമെന്ററി കോളം ഓപ്പറേഷൻ വെച്ച് ചെയ്യുന്ന സമയത്ത് കോളം ഓപ്പറേഷൻ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ റോ ഓപ്പറേഷൻ ആണെങ്കിൽ A സിക്കൽ I എന്ന് തുടങ്ങാം. കോളം ഓപ്പറേഷൻ ആണെങ്കിൽ A സിക്കൽ ടു AI എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ A എന്താ 1 2 2 മൈനസ് 1 ഇസിക്കൽ ടു A ഇൻറ്റു I എന്ന് പറഞ്ഞാൽ 1 0 0 1. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കോളം ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ റോനെ ഫിക്സ് ആക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് റോനെ ശരിയാക്കാൻ നോക്കാം. ഫസ്റ്റ് കോളം എങ്ങനെ ആവണം ഞാൻ 1 0 0 1 ആക്കാനാണ് നോക്കുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ റോ ഫിക്സ് ചെയ്യുമ്പോൾ ഇതിനെ 1 ആക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. പക്ഷെ ഇത് ഓൾറെഡി 1 ആണ്. അതുകൊണ്ട് ആ റിസ്ക് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടി. അതുകൊണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് ഇയാളെ 0 ആക്കാൻ വേണ്ടിട്ട് നോക്കുക. പക്ഷെ കോളം ഓപ്പറേഷൻ ആട്ടോ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഈ 2 നിന്ന് 2 മൈനസ് ചെയ്താലല്ലേ 0 ആകാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് കോളത്തിൽ നിന്ന് ഫസ്റ്റ് കോളത്തിന്റെ ഇരട്ടി ഇതിന്ന് മൈനസ് ചെയ്താൽ C2 ചേഞ്ചസ് ടു C2 മൈനസ് 2C1 ചെയ്താൽ 1 ഇവിടെ എന്ത് വരും ഇത് 1 2 ഫസ്റ്റ് കോളത്തിൽ ചേഞ്ച് ചെയ്യുക. സെക്കൻഡ് കോളത്തിൽ 2 മൈനസ് 2 ഇൻറ്റു 1 ഇവിടെ -1 മൈനസ് 2 ഇൻറ്റു 2
which is equal to a into ഫസ്റ്റ് കോൾ അതേപോലെ തന്നെ 1 0, സെക്കൻഡ് കോൾ എന്താ 0 മൈനസ് 2 ഇൻറ്റു 1, ഇവിടെ 1 മൈനസ് 2 ഇൻറ്റു 0 ഈ രീതിയിലേക്ക് വരും. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് വരൂടാ 1 ഇതെന്താവും 2 മൈനസ് 2 0 1 0 2 ഇവിടെ എന്താവും മൈനസ് 5 ആവും, which is equal to a into 1 മൈനസ് 2 0 1 ഇങ്ങനെയാണ് വരും. അപ്പൊ അത് 1 0 ആയി. ഇനി അടുത്ത് നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടതാ ഇതിനാണ് 1 0. ഇനി ഇതിനെന്താക്കാൻ നോക്കാം, സെക്കൻഡ് റോ ഫിക്സ് ആക്കാൻ നോക്കാം. സെക്കൻഡ് റോ ഫിക്സ് ആക്കുന്ന സമയത്ത് ഇതാ ഇതിനെ 1 ആക്കാം. ആദ്യം 1 ആണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പൊ ഇതിനെ 1 ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കോളം ഓപ്പറേഷൻ അല്ലേ നടത്തുന്നത്, സെക്കൻഡ് കോളത്തെ -1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അതായത് C2 changes to -1/5 into C2 ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് വരും 1 2 ഇവിടെ -0 into -1/5 എന്താ 0, ഇവിടെ -1/5 into -5 എന്താ അത് 1 വരും. a ഫസ്റ്റ് കോൾ അതേപോലെ തന്നെ എഴുതാം 1 0, സെക്കൻഡ് കോളത്തെ -1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1/5 into -2 എന്താ 2/5, ഇവിടെ -1/5 into 1 എന്താ -1/5 ഇങ്ങനെയാണ്. അപ്പൊ 1 0 1 ആയി. ഇനി അടുത്തത് ഇതിനെ 0 ആക്കാൻ നോക്കാം. ഇതിനെ 0 ആക്കണം എന്നുണ്ടെങ്കിൽ ഈ 2 ൽ നിന്ന് 2 മൈനസ് ചെയ്യണ്ടേ, അതായത് ഈ 1ന്റെ ഇരട്ടിയാണ് ഇതിന് മൈനസ് ചെയ്യേണ്ടത്. അതായത് C1 ചേഞ്ചസ് ടു C1 മൈനസ് 2 C2 ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് 2 ഇൻറ്റു 0, ഇവിടെ 2 മൈനസ് 2 ഇൻറ്റു 1, ഇവിടെ അതേപോലെ തന്നെ 0യും 1, which is equal to a ഇൻറ്റു C1 ആണ് ചേഞ്ച് ചെയ്യേണ്ടത് 1 മൈനസ് 2 ഇൻറ്റു 2/5, 0 മൈനസ് 2 ഇൻറ്റു -1/5, 2/5 മൈനസ് 1/5, ഇവിടെ 1 മൈനസ് 0 എന്ത് വരും 1 0, ഇവിടെ എന്ത് വരും 0 1. അപ്പൊ എന്തായിട്ട് മാറി I ആയിട്ട് മാറി, which is equal to a ഇൻറ്റു ഇവിടെ 1 മൈനസ് 4/5 അതെന്താ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 5 മൈനസ് 4/5 അത് 1/5 എന്നാണ് വരിക. പിന്നെ ഇവിടെ 2/5, ഇവിടെ -2 ഇൻറ്റു -1/5 എന്താ 2/5, ഇവിടെ -1/5. അപ്പൊ ഇത് ഏത് മോഡലിലേക്കായി I is equal to AB സ്റ്റേജിലേക്ക് മാറി. അങ്ങനെയെങ്കിൽ ഈ B എന്ന് പറഞ്ഞാൽ എന്താ എന്റെ ഇൻവേഴ്സ് ആവൂലേ, ദാറ്റ് ഈസ് A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/5 2/5 2/5 -1/5, സെയിം ആൻസർ അല്ലേ കിട്ടുക. ഇങ്ങനെയാണ് എലമെന്ററി കോളം ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുക. ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അടുത്തതിൽ നിന്നുള്ള തേർഡ് ക്വസ്റ്റ്യൻ, യൂസിംഗ് എലമെന്ററി ഓപ്പറേഷൻസ് ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് 0 1 2 1 2 3 3 1 1. ഇതൊരു 3/3 മാട്രിക്സ് ആണ്. 3/3 മാട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാം. അത് കുറച്ചും കൂടി ലെങ്തി ആവും അല്ലേ. ഏതായാലും ഞാൻ എലമെന്ററി റോ ഓപ്പറേഷൻസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് A is equal to IA. ഇവിടെ A എന്ന് പറഞ്ഞാൽ 0 1 2 1 2 3 3 1 1 is equal to I എന്ന് പറഞ്ഞാൽ 1 0 0 0 1 0 0 0 1 into A. ഇവിടെ ആദ്യം എലമെന്റ് റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഏതിനെ ഫിക്സ് ചെയ്യാം, കോളത്തെ ഫിക്സ് ചെയ്യാം. അപ്പൊ ഞാൻ എപ്പോഴും ഫസ്റ്റ് കോളത്തെയാണ് ഫിക്സ് ചെയ്യാൻ നോക്കുന്നത്. ഫിക്സ് ചെയ്യുമ്പോൾ ആദ്യം എന്തുണ്ടാക്കാൻ നോക്കണം, 1 ഉണ്ടാക്കാൻ നോക്കണം. 1 0 0 ഇവിടെ 1 ഉണ്ടാക്കാൻ നോക്കാം. പക്ഷെ ഇവിടെ 0 അല്ലേ, അപ്പൊ ഇവിടെ 1 ഉണ്ടാക്കാൻ ഒരു മാർഗം ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഈ 1 ഇവിടെയായിരുന്നെങ്കിൽ, ഈ 1 ഇവിടെയും ഈ 0 ഇവിടെയാണെങ്കിൽ ഒരുപാട് പണി കുറയും. എങ്ങനെ, ഇവിടെ 1 ആക്കണം, ഇവിടെ 0 ആക്കല്ലേ നിങ്ങൾക്ക് ആവശ്യം. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പരിപാടി R1 ഇന്റർചേഞ്ചിങ് വിത്ത് R2, രണ്ടും നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കാം, സെക്കൻഡ് റോ ഫസ്റ്റ് ആവും, അതായത് 1 2 3, ഫസ്റ്റ് റോ സെക്കൻഡ് ആവും 0 1 2, പിന്നെ ഇവിടെ എന്തുണ്ട് 3 1 1 ഉണ്ട്, which is equal to, പിന്നെ എന്ത് വരും, നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ സെക്കൻഡ് റോ ഫസ്റ്റ് ആവുമ്പോൾ 0 1 0, ഇവിടെ 1 0 0 0 0 1 ഇൻറ്റു വരും. ഇനി ചെയ്യേണ്ട കാര്യം
അവിടെ 1 ആയി, ഇവിടെ 0 ആയി. നിങ്ങൾ എപ്പോഴും ശ്രമിക്കേണ്ടത് ഇതാ ഇതിനെ 0 ആക്കാൻ. ഫസ്റ്റ് കോളത്തെ അത് ഫിക്സ് ചെയ്യണ്ടേ. ഇതിനെ 0 ആക്കണമെങ്കിൽ 3 നിന്ന് എന്ത് മൈനസ് ചെയ്യണം? 3 മൈനസ് ചെയ്യാം. 3 നിന്ന് 3 മൈനസ് ചെയ്യാന്ന് പറയുമ്പോൾ റോകൾ തമ്മിലല്ലേ ഓപ്പറേറ്റ് ചെയ്യാം. തേർഡ് റോയിൽ നിന്ന് ഫസ്റ്റ് റോയുടെ 3 ഇരട്ടി മൈനസ് ചെയ്താൽ പോരെ. അതായത് R3 ചേഞ്ചസ് ടു R3 മൈനസ് 3R1 ചെയ്താൽ പോലെ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? R3 ആണ് കേട്ടോ ചേഞ്ച് ചെയ്യണത്. ബാക്കിയുള്ള റോകളൊക്കെ അതേപോലെ തന്നെ എഴുതാം. 1 2 3 0 1 2. ഇനി R3 ചേഞ്ച് ചെയ്യാട്ടോ. 3 മൈനസ് 3 ഇൻറ്റു ഞാൻ എഴുതാനുള്ള ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് 1 2 3 0 1 2. ഇനി 3 മൈനസ് R3 മൈനസ് 3R1 അല്ലേ. 3 ഇൻറ്റു R1 എന്താ? 1. ഇനി ഇവിടെ 1 മൈനസ് 3 ഇൻറ്റു 2. ഇവിടെ 1 മൈനസ് 3 ഇൻറ്റു 3 ഇതാണ് പറയുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് സംഭവിക്കും? 0 1 0 1 0 0. ഇനി R3 മൈനസ് 3R1 അല്ലേ. 0 മൈനസ് 3 ഇൻറ്റു 0 0 വരും. 0 മൈനസ് 3 ഇൻറ്റു 1 മൈനസ് 3 വരും. 1 മൈനസ് 3 ഇൻറ്റു 0 1 വരും ഇൻറ്റു എ. അതായത് ഇവിടെ വരും എന്താ? 1 2 3 0 1 2. 3 മൈനസ് 3 എന്താ? 0. 1 മൈനസ് 6 എന്താ? മൈനസ് 5. 1 മൈനസ് 9 എന്താ? മൈനസ് 8. ഇസ് ഈക്വൽ ടു 0 1 0 1 0 0 0 മൈനസ് 3 1 ഇൻറ്റു എ. അത് ഫസ്റ്റ് കോളത്തെ ഫിക്സ് ആക്കി. ഇനി സെക്കൻഡ് കോളത്തെ ഫിക്സ് ആക്കാം. സെക്കൻഡ് കോളത്തെ ഫിക്സ് ആക്കുമ്പോൾ ആദ്യം 1 ഉണ്ടാക്കാൻ നോക്കാം. ഇത് 1 0 0. ഇനി ഇവിടെ എന്താ? 0. ഇവിടെ അല്ലേ 1 വരിക. അപ്പൊ 1 ഓൾറെഡി ഉണ്ട്. അപ്പൊ അതിനൊന്നും ചെയ്യണ്ട. ഇനി അടുത്ത് നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കണം. ഇതും 0 ആക്കാൻ നോക്കുക. അതിനുള്ള മാർഗങ്ങളെ കുറിച്ച് അന്വേഷിക്കണം. എന്താ ഞാൻ ചെയ്യുക അതിനെ 0 ആക്കാൻ വേണ്ടിയിട്ട്? അതായത് ഇതിനെ 0 ആക്കാൻ ഒരു മാർഗമുണ്ട്. 2ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ പോലെ. ഇതിനെ 0 ആക്കാൻ ഞാൻ ചെയ്യുന്നത് 2ൽ നിന്ന് 2 മൈനസ് ചെയ്യാം. അതായത് ഈ 1ന്റെ ഇരട്ടി 2 അല്ലേ. അത് ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം നടക്കൂല. അതായത് R1 ചേഞ്ചസ് ടു R1 മൈനസ് 2R2. റെഡി? അപ്പൊ അതെന്താവും? 0 ആവും കേട്ടോ. ഇനി വേറെ സംഗതി ഞാൻ പറഞ്ഞുതരാം. R1 ആണ് മാറുന്നത് അല്ലേ. 1 മൈനസ് 2R2 2 ഇൻറ്റു 0. ഇവിടെ 2 മൈനസ് 2 ഇൻറ്റു 1 3 മൈനസ് 2 ഇൻറ്റു ഇങ്ങനെയാണ് മാറുന്നത് അല്ലേ. അവിടെ ഒരു ഗ്യാപ്പ് ഇത് ഇതന്നെ. അതിന് വേണ്ടി ഒരു ഗ്യാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റുന്നുണ്ട്. R1 മൈനസ് അതായത് 1 മൈനസ് 2 ഇൻറ്റു 0 2 മൈനസ് 2 ഇൻറ്റു 1 3 മൈനസ് 2 ഇൻറ്റു 2. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ 0. ഇയാൾ 1 ആയിട്ട് തന്നെ കടന്നോട്ടെ. 0 1 2. ഇനി ഇയാൾ 0 ആയാൽ പിന്നെ അടുത്ത നിങ്ങളുടെ ആവശ്യം എന്താണ്? ഇത് 0 ആക്കലല്ലേ. ഇത് 0 ആക്കാൻ നിങ്ങൾ ചെയ്യുന്ന പരിപാടി അത് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യണം. പക്ഷെ അത് നമ്മൾ സ്റ്റെപ്പിന്റെ എണ്ണം കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെപ്പോലെ അത്യാവശ്യം കാൽക്കുലേഷൻ സ്കില്ലുള്ള കുട്ടികൾക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ 2 എലമെന്ററി ഓപ്പറേഷൻ ഒക്കെ നടത്താം. അതായത് ഈ -5നെ 0 ആക്കണമെങ്കിൽ +5 ചെയ്താൽ പോരെ. +5 ചെയ്യാൻ അറിയുമ്പോൾ ഇതിനെ 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിനോട് ആഡ് ചെയ്താൽ പോരെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറൊരു പരിപാടി ഇവിടെ നടത്താം. എങ്ങനെ? R3 ചേഞ്ചസ് ടു R3 പ്ലസ് ഇതിനോട് എന്ത് കൂട്ടുക? 5 ടൈംസ് R2 കൂട്ടുക. ഇങ്ങനെ ചെയ്താൽ ഇത് 0 ആവും. അപ്പൊ ആ ഒരു പരിപാടി ഇവിടെ നടത്തിയാൽ R3 പ്ലസ് 5R2. R3 എന്ന് പറയുമ്പോൾ ഇവിടെ 0 പ്ലസ് 5R2 എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 0. ഇനി ഇവിടെ -5 പ്ലസ് 5 ഇൻറ്റു 1. ഇവിടെ -8 പ്ലസ് 5 ഇൻറ്റു. ഈ പരിപാടികളൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യണോ? ആദ്യം ചെയ്യണം R1 മൈനസ് 2R2 അപ്ലൈ ചെയ്യേ. 0 മൈനസ് ഇനി ഇത് മനസ്സിലായി നോക്കട്ടോ. സ്ഥലം കുറവുള്ളതുകൊണ്ട് 0 മൈനസ് 2 ഇൻറ്റു 1 -2
1 minus 2 into 0 1 0 minus 2 into 0 0 വരും. ഇനി സെക്കൻഡ് റോ അങ്ങനെ തന്നെ എഴുതിക്കോ 1 0 0. ഇനി തേർഡ് റോ കേട്ടോ. തേർഡ് റോ R3 plus 5R2 0 plus 5 into 1 5 minus 3 plus 5 into 0 minus 3 1 plus 5 into 0 1 into n. എടാ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 1 minus 2 into 0 1 minus 0 എന്താ 1 2 minus 2 0 3 minus 4 minus 1 പിന്നെ ഇവിടെ 0 1 2 0 plus 5 0 0 minus 5 plus 5 0 minus 8 plus 10 2 which is equal to minus 2 1 0 1 0 0 5 minus 3 1 into m. ഇനി അടുത്ത ചെയ്യേണ്ട ഫസ്റ്റ് കോളം ഫിക്സ് ചെയ്തു, സെക്കൻഡ് കോളം ഫിക്സ് ചെയ്തു. ഇനി തേർഡ് കോളം ഫിക്സ് ചെയ്യാൻ നോക്കാം. തേർഡ് കോളത്തിൽ 1 ആദ്യം ഫിക്സ് ചെയ്യാം. ഇവിടെ അല്ലേ 1 വരേണ്ടത്. അപ്പൊ ഇതിനെ നിങ്ങൾ 1 ആക്കാൻ നോക്കുക. ഇതിനെ 1 ആക്കാൻ നോക്കാൻ ഒരു മാർഗമുണ്ട്. തേർഡ് റോനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് R3 changes to 1/2 into R3 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? ഇവിടെ 1 0 minus 1 0 1 2 ഇതിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1/2 into 0 0 1/2 into 0 0 1/2 into 2 എന്താ 1 which is equal to ആ ഓപ്പറേഷൻ കൂടി നടത്തണം. -2 1 0 1 0 0 ഇതിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5/2 ഇതിനെ -3/2 ഇതോ 1/2 into a. ഇനി ഇവിടെ ഫിക്സ് ആക്കിയല്ലേ. ഇനി എന്ത് ചെയ്യണം? ഇത് രണ്ടും 0 ആക്കണം. 0 ആക്കാനുള്ള മാർഗത്തെ കുറിച്ച് അന്വേഷിച്ചു നോക്കണം. ഈ -1നോട് 1 കൂട്ടിയ 0 ആവൂലേ? അതായത് R1നെ എങ്ങനെ ചേഞ്ച് ചെയ്യാം? R1 plus R3 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0 ആവും. ഇനി അതേപോലെ ഇവിടെ ചെയ്ത രണ്ട് ഓപ്പറേഷൻ ഒരുമിച്ച് അപ്ലൈ ചെയ്യട്ടോ. R2നെ R2 ചേഞ്ചസ് R2ൽ നിന്ന് 2 മൈനസ് ചെയ്താലല്ലേ 0 ആകാം. അങ്ങനെയെങ്കിൽ ഇതിന് രണ്ടിന് 0 ആക്കാൻ നോക്കാണ് ഈ പരിപാടി. ഇതിന് 0 ആക്കണം, ഇതിന് 0 ആക്കണം. ഇതിനെ 0 ആക്കാൻ 2ൽ നിന്ന് 2 മൈനസ് ചെയ്യണം. 2 എങ്ങനെ കിട്ടാം? ഈ 1നെ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? R2ൽ നിന്ന് 2 times R3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളും 0 ആകും. ഈ രീതിയിലാണ് ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞാൽ R1 plus R3 ചെയ്യണം അല്ലേ. 1 plus 0 അത് 1 0 plus 0 0 -1 plus 1 0. ഇനി അടുത്ത R2നെ മാറ്റണ്ടല്ലേ. R2 minus 2R3 അല്ലേ. 0 minus 2 into 0 0 1 minus 2 into 0 1 2 minus 2 into 1 0. പിന്നെ R3ക്ക് മാറ്റൊന്നുമില്ല. 0 0 1 ആയി. വാ, ഇതെന്തായി? ഐ മോഡലായി. which is equal to ഇനി ഓപ്പറേഷൻസ് ഒക്കെ ഇതിൽ അപ്ലൈ ചെയ്യാം. R1നെ ചേഞ്ച് ചെയ്യും. -2 പ്ലസ് അതായത് എങ്ങനെ വരും? R1 plus R3 അല്ലേ. R1 -2 plus 5/2 ഇവിടെ 1 plus -3/2 അതായത് 1 minus 3/2 ഇവിടെ 0 plus 1/2 R2 എന്ത് ചെയ്യും? R2 minus 2R3 അല്ലേ. അതായത് 1 minus 2 into 5/2 0 minus 2 into -3/2 0 minus 2 into 1/2 R3 അതേപോലെ തന്നെ എഴുതാം. 5/2 -3/2 1/2
ഇൻറ്റു എ ചെയ്താൽ മതി. അവിടെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഐ ആണ് അല്ലേ, ഇത് അങ്ങനെ തന്നെ ഇത് ഐ ആണ്. ഇനി അതിനൊന്നും ചെയ്ത് കഴിഞ്ഞാൽ -4 + 1 -4 + 1 എന്ന -4 + 5 1/2 1 - 3/2 എന്താ 2 മൈനസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 - 3 -1/2 0 + 1/2 എന്താ 1/2. ഇവിടെ ഈ 2 ഉം 2 എന്താവും ക്യാൻസൽ ആയി പോകും. ആ 1 - 5 -4 ഇവിടെ 2 ഉം 2 ക്യാൻസൽ ആവും. അപ്പൊ -3 എന്താ +3. ഇവിടെ 0 ഈ 2 ഉം 2 ക്യാൻസൽ ആവും -1. ഇവിടെ 5/2 -3/2 1/2 ഇൻറ്റു എ ഉണ്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഐ ഈസ് ഈക്വൽ ടു ഏത് മോഡലായി ഐ ഈസ് ഈക്വൽ ടു ബി എ മോഡലായി. അങ്ങനെയാണെങ്കിൽ ഈ ബി ഇതാണെന്ത് എ എന്നുള്ള മാട്രിക്സിന്റെ ഇൻവേഴ്സ്. അപ്പോൾ എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1/2 -1/2 1/2 -4 3 -1 5/2 -3/2 1/2. ഇങ്ങനെയാണ് അതിന്റെ ഇൻവേഴ്സ് കാണുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് അല്ലെ. ഇടത് കുറച്ച് ലെങ്തി ആണ്, പക്ഷേ സാധാരണ എക്സാമിന് ചോദിക്കുമ്പോൾ 2/2 മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാനേ ചോദിക്കലുള്ളൂ യൂസിങ് എലമെന്ററി ഓപ്പറേഷൻ. പക്ഷെ NCERT എന്തുണ്ട് 3/3 മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ട് ചോദിക്കൂല എന്ന് പറയാൻ കഴിയൂല. 3/3 സാധാരണ ചോദിക്കുമ്പോൾ യൂസിങ് എലമെന്ററി ഓപ്പറേഷൻ എന്ന് പറയാറില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും എളുപ്പമുള്ള ഒരു മെത്തേഡ് ഡിറ്റർമിനൻസിൽ വരുന്നുണ്ട്. അത് വെച്ചിട്ടാണ് സാധാരണ ഇൻവേഴ്സ് കാണല്. പക്ഷെ ഇത് നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. പക്ഷെ യൂസിങ് എലമെന്ററി ഓപ്പറേഷൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെ ചെയ്യേണ്ടി വരും. പക്ഷെ ഇങ്ങനത്തെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, പിന്നെ ഒരു ബേജാറുണ്ടാകണ്ട. കാരണം എന്താണ്, ലെങ്ത് കൂടുന്ന സമയത്ത് അതിന്റെ മാർക്കും കൂടുന്ന ആലോചിക്കാം. അപ്പോ ഇങ്ങനത്തെ ഐറ്റം ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം, നല്ല ഉഷാറായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും മെട്രിക്സിൽ. ഇതോടുകൂടി മെട്രിക്സസ് എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആയി.